കാര്യം ഇത്തിരി വശവാ. സ്വാധീനമുള്ള ആരെങ്കിലും വിളിച്ച് ഊരാൻ നോക്ക്, ഇല്ലെങ്കിൽ കാര്യം പ്രശ്നമാണ്. എല്ലാവരും പിന്നെ ഒറ്റൊരുത്തനെ കാരണം അമ്മാവ ഓന്ത നിറം മാറും പോലെ മാറല്ലേ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് കളിക്കുന്നോ? ആരേലും വിളിച്ചിട്ട് എന്നെ ഒന്ന് ഇവിടുന്ന് ഇറക്കടാ. ആ സ്ത്രീ എന്നെ ഈ ജന്മം ഇവിടുന്ന് ഇറക്കുന്നു തോന്നില്ല കേട്ടോ. ഞാൻ ഇവിടെ കിടന്നോട്ടെ? എന്താ വർത്താനം അമ്മാവ പറയണേ? ഇല്ല, കടിച്ചു കയറാൻ വരികടാ. എന്തത്ര ദേഷ്യം അവർക്ക്? നമുക്കറിയില്ലല്ലേ എന്താണ് അവരുടെ ഇത്ര ദേഷ്യം. എനിക്ക് തോന്നുന്നു ചിലപ്പോ ഈ ചെറുപ്പത്തിന്റെ ഒരു ആവേശമായിരിക്കും. ഇപ്പൊ ജോലി കിട്ടിയതല്ലേ അതിന്റെ ഒരു ഇത്. നേരത്തെ ഞങ്ങളെ പരിചയമൊന്നുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇവിടെ വന്നപ്പോൾ സത്യത്തിൽ കാണുന്നത് എന്ത് പരിചയം? ഒരു പരിചയം എനിക്കറിഞ്ഞൂടാ. ഇവരെല്ലാരും പറഞ്ഞ ജന്മന ഭയങ്കര ദേഷ്യക്കാരിയാണെന്നാ പറഞ്ഞത്. ഇല്ലാത്ത പൈസ അല്ലേ ഞാൻ നിന്റെ തന്നത്. അത് നീ കൊണ്ട് മര്യാദയ്ക്ക് സാധനം മേടിച്ചോണ്ടെന്ന് വിറ്റ് അതിന് 10 രൂപ ലാഭം കിട്ടിയാൽ നിനക്ക് ആയിക്കോട്ടെ. എനിക്ക് മുതൽ മാത്രം തന്നാൽ മതി. അളിയാ സാധനം മേടിച്ച് അവിടെ നിന്ന് ശിവകാശിയിൽ നിന്ന് നേരെ വണ്ടി എടുക്കാൻ പോയപ്പോൾ രാവിലെ 5 മണിക്ക് എൻ്റെ അടുത്ത് അമ്മ പറയണേ നമുക്ക് പടക്കക്കടയ്ക്ക് ഒരു പേരിടണ്ടേ, പേരാലോചിക്കാം. ഞാൻ പറഞ്ഞു നമുക്ക് പോണ വഴിയിൽ ആലോചിക്കാം. എടാ ആലോചിക്കണമെങ്കിൽ നമുക്ക് 2 അടിച്ചിട്ട് ആലോചിക്കാം. 5 മണിക്ക് എന്നെ കൂടെ നിർബന്ധിച്ച് കുടിപ്പിച്ചിട്ട് പേരാലോചിക്കാൻ വേണ്ടി പേര് കിട്ടി. അവസാനം അഴകേശം പടക്കക്കട. അയ്യോ പച്ചക്കള്ളറിന് നീ 10,000 ഉറുപ്പ്യ പടക്കത്തിന് കൊടുത്തില്ലേ? അവിടെ 9,000 ഉറുപ്പ്യ ചെലവായുള്ളൂ. ബാക്കി 1,000 ഉറുപ്പ്യ ഉണ്ട്. അത് കനകനോട് പറയേണ്ട 10 ചെലവായി. അതിന് നമുക്ക് കള്ളുടിക്കാൻ പറഞ്ഞു മേടിച്ചത്. അത് ഞാൻ പറഞ്ഞു നമുക്ക് ലാഭത്തിൽ കൂട്ടി കൊടുക്കാം. അളിയന് ലാഭം കൊടുക്കുമ്പോൾ അതിൽ കൊടുക്കാം. അവൻ നിർബന്ധിച്ചിട്ടാ ഞാൻ കുടിച്ച് കേട്ടിട്ട് ഒരുമാതിരി തോന്നിയ ദിവസം പറയല്ലേ അമ്മ കേട്ടോ. അളിയാ ഇപ്പൊ 10,000 രൂപയ്ക്ക് നമുക്ക് ഇത് വിൽക്കുമ്പോൾ ലാഭം കിട്ടുമല്ലോ. പൈസ തരാം. നീ അതിന് ഇങ്ങനെ വേണം വെക്കല്ലേ. എന്നെ ആദ്യം പുറത്തിറക്ക്. ഇവിടുന്ന് വെളിയിറങ്ങിയാലേ എനിക്ക് പൈസ തരാൻ പറ്റുള്ളൂ. അല്ല നീ പറഞ്ഞ ഉടനെ പൈസ എടുത്ത് തരാൻ ഞാൻ എന്ത് ചെയ്യും? ആദ്യം വെളിയിൽ ഇറക്കാൻ നോക്കണ ഒരാളെ. ഇപ്പൊ എന്റെ തെറ്റായ പിന്നെ നീ പൈസ എന്ന് പറഞ്ഞ് വെള്ളം വെച്ചാൽ പിന്നെ എനിക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ. നിനക്ക് കുറെ മറ്റന്മാരെ കൊണ്ടല്ലേ അവരെ വിളിയോട്ട് അവരെ നീ അങ്ങനെ ബഹളം വെക്കൊന്നും വേണ്ട. എനിക്ക് വിളിച്ച ആളുകളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വിളിക്കണ്ട, വെറുതെ ഇത് ചെറിയ കേസിന് വിളിക്കണ്ടെന്ന് വെച്ചിട്ടാ. സാറ് പറഞ്ഞേട്ടാ ആരെങ്കിലും പരിചയമുള്ള വിളിക്കാൻ പറഞ്ഞേക്കാം. മുടിയൊക്കെ നരച്ചില്ലേ? അവൻ നിയന്ത്രിക്കേണ്ട അമ്മാവനല്ലേ? അടിക്കാൻ പറയുമ്പോൾ അടിക്കേണ്ട അമ്മ നാട്ടിൽ നിന്നിട്ട് ഞാൻ ഇവിടെ കൂടൂലേ? ഞാൻ പറഞ്ഞു ക്ലീറ്റസ് കഴിക്കേണ്ട പറഞ്ഞ പോലെ ഞാൻ കള്ളുടിച്ച് പിടിച്ച ഒരാൾ ഒന്നും ചെയ്യില്ല. എനിക്ക് അവിടെ പിടിപാടുണ്ട് എന്റെ രോമത്ത് തൊടില്ല എന്ന് പറഞ്ഞവൻ. കള്ളു കുടിച്ചിട്ട് അവിടെ കിടന്നാൽ മതിയായിരുന്നു. ഇറങ്ങിയിട്ട് വണ്ടി ഓടിച്ചാൽ പോരായിരുന്നു. ഞാനല്ലേ ഓടിക്കണം. ഇവനൊരു കുഴപ്പമില്ല പറഞ്ഞിട്ട് ഇവനല്ലേ കയറ്റി ഇരുത്തിയിട്ട് കൊണ്ടുവന്നെ. അതെ നടനെ വിളിച്ചു എന്നിട്ട് സ്വിച്ച് ഓഫാ. അൻസാറിനെ വിളിച്ചാ എന്നിട്ട് സ്വിച്ച് ഓഫ്. പ്രസിഡന്റും സ്വിച്ച് ഓഫ്. ഇനി വേറെ ആരും വിളിക്കാനില്ല. ആകെ 3 പേരല്ലേ ഉള്ളൂ നിങ്ങളെ പാർട്ടിയില്. കനക ആ എയുവിനോട് പറഞ്ഞിട്ട് വല്ല മേലുദ്യോഗസ്ഥന്മാരെ വിളിച്ചു പറഞ്ഞിട്ട് അമ്മാവനൊന്നും ഇറക്കടാ. ഞാൻ എന്താ പറഞ്ഞ വിളിച്ചിട്ട് എന്റെ അമ്മാവനും അളിയനോടെ മദ്യപിച്ച് വണ്ടി ഓടിച്ച് അവരെ രക്ഷിക്കണമെന്നാ. ഈ മദ്യപിച്ച് പറയണത് അത്ര വലിയ തെറ്റുമല്ലോ. അതൊക്കെ വലിയ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ഓ നിന്റെ സർക്കാരിനെ കുറിച്ച് നീ പറയല്ലേ. സർക്കാർ ഇത് ആരാണ് ഈ മദ്യം ഇറക്കണത്? സർക്കാർ. അത് എവിടെ കൂടെയാണ് വിൽക്കുന്നത്? സർക്കാരിന്റെ സ്ഥാപനത്തിലൂടെ. എന്നിട്ട് നമ്മളെ കൊടുക്കുന്ന പൈസയുടെ പകുതി ടാക്സ് ആയിട്ട് സർക്കാർ തന്നെ പിടിക്കും. എന്നിട്ട് അത് നമ്മൾ കുടിച്ചാൽ ഉടനെ നമ്മളെ പൊക്കിയെടുത്ത് നേരെ അവരുടെ സർക്കാർ സ്ഥാപനത്തിൽ തന്നെ കൊണ്ടിട്ടിട്ട് ഒരു പെറ്റി എഴുതി തരും. ഈ പെറ്റി ആർക്കാണോ ഉള്ളത്? സർക്കാരിന്. എന്നിട്ട് കുടിക്കണം നമ്മളാണ് തെറ്റുകാർ. ഞാൻ ഒരു കാര്യം പറയാം, നീ വീട്ടിൽ ഇരുന്നാൽ മതി. നിനക്ക് ചിലവുള്ള പൈസ ഞാൻ തരും. നീ എനിക്ക് ചെലവിന് തന്നെ വീട്ടിൽ ഇരുത്താൻ നോക്കരുതേ കേട്ടോ. അത് നിന്നെ മനസ്സിൽ വെച്ചിരുന്നാ. എന്നിട്ട് അതിനെ നക്കാപ്പിച്ച കണക്ക് പറയാം. എന്നിട്ട് അതിന്റെ നക്കാപ്പിച്ച കണക്ക് പറയാനില്ലേ? അത് കേൾക്കാൻ താല്പര്യം എനിക്കില്ല. കുറെ കേട്ടത് തന്നെ ഞാൻ. വെള്ളം അടിച്ച് നാണം കെടുത്താനായി. പിന്നെ നീ വെള്ളം അടിച്ചതിനെ കുറിച്ച് പറയലേ. വെള്ളം അടിക്കുന്നത് അത്ര വലിയ തെറ്റൊന്നും അല്ല. വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നത് ഒരു തെറ്റല്ല. തെറ്റാണ്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ഒരു തെറ്റാണ്. അതാ മോള് അല്ല സാറ് മോള് പറഞ്ഞത് ശരിയാ. മദ്യപിച്ച് ഒരിക്കലും വാഹനം ഓടിക്കാൻ പാടില്ല. അത് തെറ്റാണ്. സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുന്നതും തെറ്റാണ്. അതെ, അതുകൊണ്ടാണ് മാഡം ഞാൻ ഇന്ന് വരെ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ ഒരു തെറ്റ് അറിയാണ്ട് മാഡത്തോട് ഞാൻ ചെയ്തു പോയി. സ്ത്രീയോട് അപമര്യാദ പെരുമാറിയത് തെറ്റാണ്, ക്ഷമിക്കണം. പക്ഷെ ഇവൻ ചെയ്ത തെറ്റ് അതിക്കറിയില്ല. സാധാരണ സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറിയ അകത്തിട്ട് ഞാൻ ചവിട്ടി കൂട്ടാറുള്ളതാണ് പതിവ്. ഇതിപ്പോ എന്റെ കാര്യമായിപ്പോയി. മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ട് പെറ്റി അടിച്ചിട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ നോക്ക്. നിക്ക്, ഞാൻ പറഞ്ഞു തരുന്ന പോലെ പറഞ്ഞിട്ട് പോയാ മതി. ഇനി മേലാൽ 2 പേരോടും കൂടിയാണ് പറഞ്ഞത്. പറ. ഇനി മേലാൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറില്ല. മദ്യപിച്ച് വാഹനം ഓടിക്കില്ല. പറഞ്ഞു.
ആവർത്തിച്ച് പറഞ്ഞോ. ഇനി മുതൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറില്ല, മദ്യപിച്ച് വാഹനം ഓടിക്കില്ല. മതി. ശരി. അല്ല, ഞങ്ങളുടെ പടക്കം ഇപ്പൊ പൊട്ടിക്കാനോ പിന്നെ പൊട്ടിക്കാനോ? ഇപ്പൊ പൊട്ടിക്കട്ടെ. വേണ്ട.